ഹലോ എവ്രി വൺ. ഇവിടെ ടാലി മാർക്സ് എങ്ങനെയാണ് ടേബിളിൽ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഷോ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സ്ക്ലൂസീവ് ടൈപ്പ് വിത്ത് ടാലി മാർക്സ്. എക്സ്ക്ലൂസീവ് എന്താണ്, ഇൻക്ലൂസീവ് എന്താണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 10, 10 to 20, 20 to 30 എന്നെഴുതുന്നതാണ്. എക്സ്ക്ലൂസീവ് എന്നതിന് പറയാനുള്ള കാരണം 0 to 10, 10 to 20 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ 0 to 9 വരെയാണ് എടുക്കുള്ളൂ. 10 എന്നുള്ളത് എക്സ്ക്ലൂഡ് ചെയ്യാണ്. ആ 10 എവിടെ എടുക്കുക? അടുത്ത ക്ലാസ് ഇൻ്റർവെൽ 10 to 20 ആണ് 10 എടുക്കുക. എന്നാൽ 10 to 20 എന്നുള്ള കേസിലോ 10 മുതൽ 19 വരെ 19 വരെ എടുക്കുന്നുള്ളൂ. 20 അവിടെ എക്സ്ക്ലൂഡ് ചെയ്യാണ്. കണ്ടോ, ഇതുകൊണ്ടാണ് അതിനെ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. പകരം 0 to 9, 10 to 19, 20 to 29 ഇവിടെ ഇൻക്ലൂസീവ് ആണ്. കാരണം 0 മുതൽ 9 വരെ എടുക്കുന്നുണ്ട്. അടുത്തതിൽ 10 to 19 എന്ന് പറയുമ്പോൾ 10 മുതൽ 19 വരെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാദ്യം മനസ്സിലാക്കാം. നോക്കിക്കോ, ഇവിടെ 14, 9, 10, 34 എന്നിങ്ങനെ എല്ലാ നമ്പേഴ്സും കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ് ടു 46 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ടേബിളിൽ ക്ലാസ്, ടാലി മാർക്ക്, ഫ്രീക്വൻസി ഇത് വരയ്ക്കണം. ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം 9 ആണ് ഏറ്റവും ചെറിയ നമ്പർ. ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 46 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 9 എന്നുള്ളതിനെ 0 to 10 എന്നുള്ള അത് എടുത്തു കഴിഞ്ഞാൽ 9 ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കുക, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 വരെ എഴുതിയിട്ടുണ്ട്. കാരണം 46 ആണ് ലാസ്റ്റ് അല്ലേ. അപ്പോൾ 40 to 50 വരെ മതി. ഇനി നോക്കിക്കേ, 0 to 10 എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെ ഉള്ളത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 0 മുതൽ 9 എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സാണുള്ളത് അല്ലേ. ഫസ്റ്റ് വരിയിലെ 9ഉം 8ഉം 2 നമ്പേഴ്സ് ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടാലി മാർക്ക് 1, 2 എന്ന് വരച്ചു, ഫ്രീക്വൻസി 2 എന്ന് എഴുതി. ഇനി 10 മുതൽ 19 വരെ എത്ര ഉണ്ടെന്ന് നോക്കാം. മുകളിൽ നമ്മൾ 10 എടുത്തില്ല, എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് മുകളിലത്തെ 10 എടുത്തില്ല, അത് താഴെയാണ് എടുക്കണേ. 10 മുതൽ 19 വരെ എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അവിടെ 20 എന്ന് എഴുതി, പക്ഷേ 20 എടുക്കുന്നില്ല, അത് അടുത്തേൽ എടുക്കുന്നുള്ളൂ. 10 മുതൽ 19 വരെ എത്ര ഉണ്ട്? 10 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്. ഏതൊക്കെയാണ്? 10, 11, 14 ഇത്രയും ദെൻ 15 ഉണ്ട്, 18 ഉണ്ട്. ഓക്കെ, അങ്ങനെ 5 എണ്ണം ഉണ്ട്. അപ്പം 1, 2, 3, 4 എന്നുള്ളത് നേരെ ടാലി മാർക്ക് വരയ്ക്കുന്നു. 5ാമത്തെ വരുമ്പോൾ ക്രോസ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അടുത്തത് 20 to 30 എന്ന് പറഞ്ഞാൽ 20 മുതൽ 29 വരെ 3 എണ്ണമാണുള്ളത്. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. എന്നിട്ട് ടാലി മാർക്കിൻ്റെ അവിടെ ടോട്ടൽ എന്ന് ലാസ്റ്റ് എഴുതണം, ടാലി മാർക്കിൻ്റെ ഏറ്റവും താഴെ. എന്നിട്ട് ആ ടോട്ടൽ നമ്പർ എത്രയാണെന്നുള്ളത് ഫ്രീക്വൻസി കൂട്ടിയിട്ട് എഴുതണം. ഇത് ശരിയാണോ നോക്കാനായിട്ട് ഫ്രീക്വൻസി കൂട്ടിയിട്ട് കിട്ടുന്ന നമ്പർ, അതായത് ഇവിടെ 20 നമ്പേഴ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ടോ നോക്കാം. 14, 9, 10 എന്ന് കൊടുത്തേക്കുന്നത് എല്ലാം കൂടെ എണ്ണി നോക്കാം. 20 എണ്ണം ഉണ്ടെന്നാണെങ്കിൽ ഫ്രീക്വൻസിയിൽ നമ്മൾ ടോട്ടൽ ചെയ്തപ്പോൾ കിട്ടിയത് സെയിം നമ്പർ തന്നെയാണ് അല്ലേ. 20 എണ്ണം എന്നുണ്ട്, ഫ്രീക്വൻസി ടോട്ടൽ ചെയ്തപ്പോൾ അത് തന്നെ കിട്ടണേ. സോ അത് ശരിയാണ്. ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുമ്പോൾ തെറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വേറൊരു നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 19 ആണ് ഫ്രീക്വൻസി ടോട്ടൽ ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയെന്നാണെങ്കിൽ 1 നമ്മൾ വിട്ടു പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അതാണ് ഇതെങ്ങനെയാണ് തെറ്റിയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ട്രിക്ക്. താങ്ക് യു.